വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്തിനിങ്ങനെ ഇവിടെ കഴിയണം? കാര്യം എന്താണെന്ന് പറയും. എന്റെ ദേഹത്തിന് എന്താണ് കുറവ്? ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാൽ പോരാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്കും ആശകളില്ലേ? അത് സാധിക്കാനാണ് നീ വീട്ടിൽ പോകുന്നതെങ്കിൽ വയ്ക്കോ. എന്നിട്ട് വേണോ ആ സ്ത്രീയോട് ജീവിക്കാൻ? ഏത് സ്ത്രീ? സ്നേഹിക്കുന്ന സ്ത്രീ. ഞാൻ അറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. സംസാരിക്കും. എന്നെ കല്യാണം കഴിച്ച ആളിനോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു വീട്ടുപൂർണ്ണമാണോ? അടിക്ക്, എന്നെ അടിച്ചുകൊണ്ട്. മതോ എന്താടാ ഇവിടെ? എടാ എന്താണെന്ന്? എന്തുണ്ടായി മോനെ? ഒന്നുമില്ലമ്പേ. പിന്നെ ഇപ്പഴേ വഴക്കിട്ട് പിരിയാൻ ഇവിടെ എന്തുണ്ടായി? അച്ഛന്റെ സ്വഭാവം എടുക്കരുത്, പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുൻപേ നാണമില്ലേടാ നിനക്ക്? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് അന്തസ്സുള്ളൊരു തറവാടാണ്. അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത്. ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾ ഇവിടുത്തേതായിരിക്കണം, മരിക്കുന്നത് വരെ. മോളെ, കിടക്കവും പിണക്കവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാകുന്ന മോളെ. പെണ്ണുങ്ങൾ പലതും സഹിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത്. എല്ലാം ശരിയാകും. മധു, നീ ലീവ് എടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിക്കും. കുറച്ചുനാൾ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം മാറും. മോളെ, എന്നെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് ഞാനുണ്ട് മോളെ, ഞാനുണ്ട്. ഇന്നാളത്തെ പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? എന്റെ കൂടെ ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാ? അച്ഛന്റെ വാശി അത്ര വലിയ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പച്ചൻ ഒരുപക്ഷെ ഇവിടെ മാത്രഞ്ഞു കാണും. എങ്കിൽ കാര്യം കുഴപ്പമാക്കും. സുരേഷ് ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും വരും. നീയാണോ? ചതിച്ചല്ലോ പായ. നിന്നെ പോലെ 2 മാസമെങ്കിലും അത് ആഘോഷിക്കേണ്ടതാണ്. അതെ, നിന്റെ എത്രത്തോളമായി? ഉഗ്രൻ. അതിനിടയിൽ കൂടെ ഉഗ്രമായി ചണ്ടും. ആളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലല്ല. അതെ, വീട് കിട്ടിയോ? അപ്പുറത്തെ വീട് കഴിഞ്ഞപ്പോ താക്കോൽ വാങ്ങിച്ചു. നീ വന്നിട്ട് ഒരു സ്വീകരണമൊക്കെ തന്നേച്ച് പോകാമെന്ന് കരുതി. പിന്നെ പഴയ അഭിപ്രായം മാറിയില്ലേ? എപ്പോഴേ മാറി. സത്യം പറ, നിങ്ങൾ ഓഫീസിൽ വെച്ച റൊമാൻസ് തുടങ്ങിയതല്ലേ? കൊച്ചു കള്ള, പൂച്ച സന്യാസി. ചേട്ടാ, ഇവര് നാളെ താമസം മാറ്റുമെന്ന്. എല്ലാവർക്കും ഇന്ന് അത്താഴം ഹോട്ടലിൽ. എന്താ? എഗ്രീഡ്. മിനി, കല്യാണിയോട് പറഞ്ഞേക്ക് നമ്മളല്പം വൈകിയേ വരുന്നു. കല്യാണി, എല്ലാം കാര്യം എടുത്ത് വെച്ചില്ലേ? ഞങ്ങൾ പുറത്തേക്ക് പോന്നു. കഥ എടുത്തോളൂ. ശരി. ഗോപാലൻ ചേട്ടൻ. ഗോപാലൻ ചേട്ടൻ. എന്നാലും കല്യാണി, നീ എന്നോട് ഈ കൊല ചതി ചെയ്തല്ലോ. എന്തു പറ്റി? എന്നോടൊരു വാക്ക് പോലും പറയാൻ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ? അതോ, എനിക്കറിയാമല്ലോ എന്നെ തിരക്കി ഇവിടെ എത്തുമെന്ന്. ആരെങ്കിലും കണ്ടോ? ഈ പ്രദേശത്ത് തന്നെ ആരും അറിയില്ലെന്ന്. അവരെങ്ങാനും വന്നോ? വാളിനടച്ചിരിക്കില്ലേ, ആര് വരാനാ? പിന്നെ വീടിന് പുറകത്ത് വല്ല തോടോ കിണറോ മുള്ളുവേലിയോ വല്ലതും ഉണ്ടോ? പട്ടിയുണ്ടോ? അയ്യോ. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നീ എന്നെ നിർബന്ധിക്കും. ഞാനിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും. ഇരട്ടാ കുട്ടി. നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. അപ്പോ എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. മടിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ?
അവൾക്കുമല്ല, അവളുടെ ഭർത്താവിന്. അതിന് ഇനിയാണോ ഇതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്. നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും. പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം? അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരിയോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം. ഭർത്താവിനോ? മധുച്ചേട്ടന്റെ. അവളൊരു നാണം കുണുങ്ങിയാണോ? നല്ല തന്റെ ഇടക്കാരി, മിടുമിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. എനിക്കോ? അല്ല, അവൾക്ക്. മിനിക്കുട്ടി, ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടെ? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണ് അങ്കിൾ. നിനക്ക് എന്ത് പറ്റി മോളെ? അയ്യോ, എനിക്കല്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. തെൽമി, ആ കൂട്ടുകാരി നീ തന്നെയല്ലേ? അപ്പോൾ മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ? ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ. മധുവിന് ഇഷ്ടമില്ലാതെയാണോ ഞാൻ വിവാഹം കഴിച്ചത്? ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ മധുവിന് മറ്റേതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിനക്കറിയാമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന സ്വഭാവമല്ല. ഡു വൺ തിങ്, ഇക്കാര്യത്തെക്കുറിച്ച് തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കാൻ ശ്രമിക്കുക. മൂവ് വിത്ത് ഹിം ക്ലോസ്ലി ആൻഡ് ട്രൈ ടു അട്രാക്ട് ഹിം ഫിസിക്കലി. യു അണ്ടർസ്റ്റാൻഡ്? ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാമോ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ കാരണം എന്താണ് അങ്കിൾ? കാരണം കുട്ടിക്കാലം മുതൽ അമ്മയോടുകൂടെ തന്നെ വളർന്നതല്ലേ. ഈഡിപ്പസ് കോംപ്ലക്സ് ആകാം, അല്ലെങ്കിൽ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിലുള്ള പരാജയം, ഇത്ര കാരണങ്ങളാകാം. നിനക്ക് ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കുറെ പുസ്തകങ്ങൾ തരാം, നീ ഒന്ന് വായിച്ചു നോക്കാം. ഡോണ്ട് ബി ഡെസ്പറേറ്റ്, നിരാശപ്പെടാതെ മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തന്നതെല്ലാം ചെയ്യും, എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറ. സമയമായി. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം.